എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ചിറ്റപ്പൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചിറ്റപ്പൻ ഉണ്ടാക്കിയ സ്മോക്കി ചിക്കൻ ടിക്ക എല്ലാവർക്കും ഇഷ്ടമായി. ഉണ്ടാക്കി നോക്കിയവരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. സോ ഓൺ പോപ്പുലർ ഡിമാൻഡ് ഈസ് കമ്മിങ് വിത്ത് അനദർ സ്പെഷ്യൽ ചിക്കൻ ഡിഷ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിറ്റപ്പനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ ചിറ്റപ്പ. ഹലോ, ഹായ്, എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാവർക്കും അറിയാം, അത് സ്മോക്കി ചിക്കൻ, അത് ഡ്രൈ ആയിരുന്നു, സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ള മെയിൻ പോർഷനോട് ഉപയോഗിക്കാൻ അത് മറ്റേ ചോറിനോടെ പറ്റില്ല. ചപ്പാത്തി, പൊറോട്ട, നാൻ, ഫ്രൈഡ് റൈസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ പേര് പറയുമ്പോഴത്തേക്കും ചിക്കൻ ചെങ്കാസി ആണ്. ചിക്കൻ ചെങ്കാസി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇത് ചിക്കൻ ചെങ്കാസി ഞാൻ നേരത്തെ ഗ്രേവി എടുത്തത് ഞാനെനിക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചെങ്കാസി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇത് ചെയ്യാനുള്ളത്? മാരിനേറ്റ് ചെയ്യണോ? അതെ, ആദ്യം ഇത് മാരിനേഷൻ. അപ്പോൾ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാമിൻ്റെ ചിക്കനാണ്. 500 ഗ്രാമിൻ്റെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഇതാണ് 1/2 കപ്പ് കട്ടത്തൈര്. അപ്പോൾ കട്ടത്തൈര് എന്ന് പറഞ്ഞാൽ മേടിക്കുന്ന കപ്പിൽ കിട്ടുന്ന തൈരാണ്. അപ്പോൾ അത് മേടിക്കണം. അത് മേടിച്ചിട്ട് എന്നാൽ തന്നെയും ഒരു ഇതിനകത്ത് ഇട്ടിട്ട് അത് എന്നാൽ തന്നെയും വെള്ളം കൊണ്ട്. അപ്പോൾ തീരെ വെള്ളം കളയാത്തടത്തോളം വെള്ളം കളയണം. അപ്പോൾ അങ്ങനെ കളഞ്ഞ 1/2 കപ്പ് തൈരാണ് ഇരിക്കുന്നത്. ഈ തൈരിൽ നമുക്ക് ഇത് മുളക് പൊടി എത്രയാണ്? ഇതിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി. അത് കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ 1 നാരങ്ങയുടെ നീര്. ഇത് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിന് 1 നാരങ്ങ നീരായിട്ട് ഒരു മീഡിയം സൈസ് നാരങ്ങ അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ. അതെ, ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് മുഴുവൻ ഒഴിച്ചില്ല. പിന്നെ ഇത് അതിൻ്റെ പാകത്തിൽ ഉപ്പിനെ പറയുന്നില്ല, നമ്മുടെ പാകത്തിനനുസരിച്ച് പിന്നെ വേണമെങ്കിൽ എണ്ണം ചേർക്കാം. ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാനുള്ള മാത്രം. പിന്നെ ഇത് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചേർക്കാം അല്ലേ? നല്ലോണം മിക്സ് ചെയ്യണത്. അപ്പൊ നമ്മൾ എടുക്കുന്ന തൈര് നല്ലവണ്ണം വെള്ളം കളഞ്ഞ് അരിച്ച് എടുക്കണം. 1/2 കപ്പ്. 1 കപ്പ് അല്ലേ? അപ്പം ഈ കപ്പിൽ കിട്ടുന്ന തൈര് മേടിച്ചാൽ തൈര് കിട്ടിയാൽ അതിൽ വെള്ളം കൂടുതലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മിനിമം 1 മണിക്കൂറെങ്കിലും വേണം. മിനിമം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യണം. അത് കൂടിയാലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആവും. അത് കൂടുതൽ പോവുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. ഇതില്ലെങ്കിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അതിൻ്റെ ടെക്സ്ചറൊക്കെ നന്നാവും. പിന്നെ ഇതിനകത്ത് സാധനങ്ങൾ ഇതൊക്കെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം പിടിച്ച് കിട്ടും. ഇതിനകത്തിപ്പോൾ ഞാൻ കഴുകിയപ്പോൾ ആവശ്യമില്ല, എന്നാലും ചിക്കൻ്റെ ആ സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 നാരങ്ങയുടെ സ്ഥലത്ത് ചേർത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇത് ഇതിങ്ങനെ ഒരു മണിക്കൂർ നമുക്ക് പുറത്ത് തന്നെ വെക്കാം. കൂടുതൽ സമയം വെക്കണമെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ ഇത് 1 മണിക്കൂർ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഗ്രേവിക്കുള്ള ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഗ്രേവി നമ്മളിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചിക്കൻ മാരിനേഷൻ സമയം കൊണ്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കി. അപ്പോൾ അതിനെ ഗ്രേവി എല്ലാം ആദ്യം ചെയ്യേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. 2 ടീസ്പൂൺ നെയ്യ്. 2 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ നെയ്യ് മതി. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചിട്ട് അത് ഒന്ന് ഉരി വരുമ്പോഴത്തേക്കും അതിനകത്ത് അത് നെയ്യ് ഉരുകുമ്പോൾ നമുക്ക് ചൂടാവും. നല്ലോണം ചൂടായി കഴിഞ്ഞ ശേഷം 1 കഷ്ണം കറുവപ്പട്ട അത് ചൂടാകട്ടെ. ചൂടാക്കിയിട്ട് അപ്പോൾ അതിനകത്ത് ഇനി
ഒരു കഷ്ണം കറുവപ്പട്ട ഒരു കഷ്ണം, 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു ഒരു പീസ്, 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട. അപ്പോൾ ഇതൊന്ന് ഇട്ട് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ചൂടായി അതിൻ്റെ ഫ്ലേവർ ഒന്ന് റിലീസ് ചെയ്തതാണ്. അതിന് എന്തൊക്കെ ഇടുക. എന്നിട്ട് ഇത് നല്ലോണം ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ ഒരു വലിയ ഉള്ളിയുടെ ചെറിയ പീസാക്കി നീളത്തിൽ പീസാക്കി അപ്പോൾ ഒരു വലിയ ഉള്ളി ഒരു വലിയ സവാള അത് ചെറിയ നീളത്തിലുള്ള പീസാക്കി ഇത് നല്ലോണം വഴറ്റിയെടുക്കണം. അതൊന്നും കരി ബ്രൗൺ നിറം ആവരുത്, ലൈറ്റ് ബ്രൗൺ വേണ്ട, ഒന്ന് അതിൻ്റെ ഒന്ന് സോഫ്റ്റ് ആയാൽ ഒരു ഒപ്പേക്ക് കളർ എന്ന് പറയും. അപ്പം അങ്ങനത്തെ നല്ലോണം സോഫ്റ്റ് ആകുക. കുറച്ച് തീയൊക്കെ പുറത്തേക്കാം, കരിഞ്ഞു പോകും. ആദ്യം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തീ കുറയ്ക്കുന്ന നല്ലത്. ചിലപ്പോൾ എങ്ങനെ അത് കരിഞ്ഞു പോകുമെന്ന് അറിയില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു നല്ലോണം അത് മതി. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു 10-15 ഇത് ബ്രോക്കൺ ആണ്, മുഴുവൻ ആണ്ടിപ്പരിപ്പാണെങ്കിൽ 10-15 വരെ എടുത്തതിനകത്ത് ഒരു 10-15 ഇതിപ്പം ബ്രോക്കൺ ആയതുകൊണ്ട് കൂടുതലുണ്ട്. അതെ, അല്ലെങ്കിൽ ഒരു 10-12 എണ്ണം മതി. 15 ഗ്രേവി കുറച്ച് റിച്ച് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു വരും. പിന്നെ ആണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇതേ വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ വരും. അപ്പോൾ അതുകൊണ്ട് 10-15 കുഴപ്പമില്ല. അതും ഒന്ന് നല്ലോണം വഴറ്റി. അതെ, ഇനി അതിൻ്റെ കൂട്ടത്തിൽ വഴണ്ടി ഇടുമ്പോൾ തന്നെ നമുക്ക് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 പച്ചമുളക്, 3 പച്ചമുളക് ചെറിയതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്. 2 ഇരുന്നാലും മതി. പിന്നെ കുറച്ച് അതെ, ഇതിനകത്ത് ഈ ചുവന്ന മുളക് അധികം ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എരിവിന് കുറച്ച് ഇരുന്നോട്ടെങ്കിൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 3 എണ്ണം മതി, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. എല്ലാം നല്ല മസാലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇത് 2 ടൊമാറ്റോ, ചെറിയ ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് 2 ടൊമാറ്റോ ചെറുതായി മുറിച്ചിട്ട് ഇടുക. അധികമായിപ്പോയാൽ അധികം സൈസായി പോയാൽ അത് വളർന്നു കിട്ടാൻ താമസിക്കും. അതിപ്പം തുള്ളിയായിട്ട് കണ്ട ഒരു ഒപ്പൈക്ക് കളർ പോലെ ഒന്നാണ്. നമുക്ക് ബ്രൗൺ ആയിട്ട് ഇനി ബ്രൗൺ ആവില്ല, കാരണം മറ്റേ ചൂട് മറ്റേ എല്ലാത്തിലും പോകുന്നുണ്ട്. ഉള്ളി അങ്ങനെ ഇനി മൂക്കില്ല. ഇത് നല്ലോണം വഴണ്ടി കിട്ടും. ഇപ്പോഴും തീ കുറച്ച് വെച്ചാൽ മതിയോ? ഞാൻ തീ കുറച്ച് വെച്ച് ചിലപ്പോൾ ഞാൻ കരിഞ്ഞെങ്ങാനും പോവുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അത് ഒരു സ്പൂൺ. പിന്നെ ഒരു 2 ടീസ്പൂൺ മറ്റേ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നല്ലോണം വീണ്ടും മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ അതും കൂടെ ആ പൊടിയും കൂടെ ഒന്ന് മൂത്ത് വരണം. ആ ടൊമാറ്റോ ഒന്ന് കുറഞ്ഞ നല്ല വഴണ്ടി കിട്ടിയാൽ നമുക്കത് തണുക്കാൻ വയ്ക്കാം. ഇത് അടച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് അടച്ച് വെക്കണം. ഇതെല്ലാം ചേർത്ത് എന്നിട്ട് ഇതൊരു ശരിക്കൊരു 10 മിനിറ്റ് അടച്ച് വെക്കണം. പക്ഷെ അതിനിടയ്ക്കും തുറന്നു നോക്കണം. തുറന്നു നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഒഴിക്കണ്ട, പിന്നെ വെച്ചാൽ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഫ്ലെയിമിൽ ചിലപ്പം ഇത് ഇതായി പോയില്ലേ. ലോ ഫ്ലെയിമിൽ നമ്മളൊരു അടച്ചു വെച്ച് 10 മിനിറ്റ് നേരം വേവിക്കണം. അതിനിടയ്ക്ക് ഒന്ന് നമ്മൾ തുറന്നു നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു 2-3 ഇതായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. അതൊന്ന് തുറന്നു നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഇനി കാരണം ഇത് കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ ഇത് ശരിക്കും പ്രിപ്പറേഷന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ഡ്രൈനെസ് നോക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒരു 2-3 ടീസ്പൂൺ ടീസ്പൂൺ ഒഴിച്ചിട്ട് ഇപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്.
കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 2-3 ടീസ്പൂൺ ഇത് വെച്ച് കൊടുത്താൽ മതി. ഇത് മതി. ഇത് വെച്ചിട്ട് ഇത് നമുക്ക് ഇളക്കി നല്ലോണം അടച്ചു വയ്ക്കാം. അതൊന്ന് വേവണം അല്ലേ? വേവണം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ചാൽ 5-6 മിനിറ്റ് നോക്കാം. കാര്യം എന്നാൽ ഈ വെള്ളം ഒന്ന് വറ്റണം. അപ്പം ഏലും 5 മിനിറ്റ് കൂടുതൽ അടച്ചു വയ്ക്കാം. തുറന്നു നോക്കിയിട്ട് വെള്ളം വറ്റിയില്ലെങ്കിൽ വീണ്ടും കുറച്ച് വയ്ക്കാം. അപ്പൊ ഈ വെള്ളം ഒന്ന് നല്ലോണം വറ്റണം. അപ്പൊ വെള്ളം വെച്ചെന്ന് പറഞ്ഞാൽ ആ ടൊമാറ്റോ കൂടെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതിന് അപ്പൊ അതിന്റെ വോളിയം ഒന്ന് കുറച്ച് കുറയും. ഇതൊന്നും കൂടുതലാണ് കുറയും ചെയ്യും. അപ്പൊ അതൊന്ന് വെള്ളമൊക്കെ നല്ലോണം ഒന്ന് പറ്റി വരണം. അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് വെള്ളം പറ്റിയൊന്ന് തുറന്ന് നോക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ 2 മിനിറ്റ് കഷ്ടിച്ച് അതിന് തുറന്ന് വെച്ച് പറ്റിച്ചെടുത്താലും മതി. ഇനി തുറന്ന് വെച്ച് ഇനി അടയ്ക്കണമെന്നില്ല. മിക്കവാറും കഴിഞ്ഞു. വെള്ളം മിക്കവാറൊക്കെ പറ്റിക്കണ്ട. അങ്ങനെ 1 മിനിറ്റ് കൂടെ വേണം ഇരുന്നോട്ടെ. ഈ കറിയിൽ ഇതിനകത്ത് ഇപ്പം 3 സ്പൂൺ വെള്ളം ഒഴിച്ചില്ലേ, ആ വെള്ളം മാത്രമേ ഉള്ളൂ. വേറെ വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ അവസാനം വേണമെങ്കിൽ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കുക്കിങ്ങിന് വേണ്ടിയിട്ടില്ല, ആ ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ വെള്ളം ഇല്ല ഇതിനകത്ത്. അപ്പം ഇനി നല്ലോണം മാറി അതിനിപ്പോൾ നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷമാണ് ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ടൊമാറ്റോയും എല്ലാം കൂടെ വഴറ്റി വെച്ചിട്ട് ഇപ്പം അതിന് നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഈ കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അത് മാറ്റണം. അതിനി അതിൻ്റെ ആവശ്യമില്ല. ഈ കറിയിൽ അതിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി ഇത് ഉപയോഗിക്കുന്നില്ല. അത് മാറ്റി ഇനി ഇത് നമുക്കിത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ആ വഴറ്റി വെച്ചിരുന്നൊക്കെ അരച്ചു നല്ലോണം പേസ്റ്റ് ആക്കി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി എന്ന് പറഞ്ഞാൽ ഒരു പാനില് അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്ത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് നല്ലോണം ചൂടായതിനു ശേഷം ഇനി നമുക്ക് ഓരോ കഷ്ണം മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഓരോന്നായിട്ട് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണോ അതോ? അല്ല, ഇപ്പം ആദ്യം ഒന്ന് കുറച്ച് ഇരുന്നോട്ടെ, എന്നിട്ട് നമുക്ക് കുറയ്ക്കാം. ഓരോ കൈ നടത്താൻ നിരത്തിയിട്ടത് ഇതാക്കാൻ നല്ലത്. വേണേൽ കുറച്ച് കുറച്ച് വയ്ക്കാം. കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ കുറച്ച് വയ്ക്കാം. വേണമെങ്കിൽ പിന്നീട് കൂട്ടിയാൽ മതിയില്ല. 2 സൈഡും നോക്കിച്ചെടുക്കണം. അതെ. ഇതിപ്പോൾ നമ്മൾ പകുതി എടുത്തിട്ടുണ്ട്. 2ആയിട്ട് നമ്മൾ വറുത്ത് പോയി. അപ്പോൾ ഇതിനിപ്പോൾ നമുക്കൊന്ന് ഒരു പാൻ വെച്ചിട്ട് ലിഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. എത്ര സമയം? ഒരു നോക്കാം, 5 മിനിറ്റായിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് മറിച്ചിടണം. അപ്പം ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ മാരിനേറ്റ് ക്രീം എല്ലാം കൂടെ ചിലപ്പം കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇത് ആവശ്യം വെന്തിട്ടുണ്ടോ നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിടാം. ആവശ്യം നിറം മാറിയിട്ടുണ്ട് അതിൻ്റെ. നോക്കാം. നല്ല ബ്രൗൺ കളർ ആണെന്നുള്ളത്. അതെ. അങ്ങനെ കരിയണ്ട. മറ്റേ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ അത്രയും വേണ്ട. അത്രയും കരിയണ്ട. നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം. ഇപ്പം അതിനകത്ത് കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് ഈ ചെറിയ ചിക്കൻ്റെ കളർ കുറച്ച് മാറിയിട്ടുണ്ട്. ഒരുപാട് മൂക്കണ്ട. അത് വേവുകയും ചെയ്യും. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് ഇത് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. എൻ്റെ വെള്ളമൊക്കെ ഇനി അടച്ചു വെച്ച് ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് 5 മിനിറ്റ്. അപ്പോൾ ആ വശം കൂടെ വെന്തിരിക്കും. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ഇത് നമ്മൾ രണ്ടാമത്തെ ബാച്ചാണ് ഇട്ടിരിക്കുന്നത്. തുറന്ന് നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വെച്ചിട്ട് തിരിച്ചിട്ടു. ഇനിയിപ്പോൾ 2 വശവും വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി തുറന്ന് വെച്ചിപ്പം ഫ്രൈ ചെയ്ത സമയത്തായപ്പോഴത്തേക്കും ചിക്കനിലുള്ള വെള്ളം മുഴുവൻ പുറത്തിറങ്ങി.
കുറവ്. അപ്പൊ ഇനി അതൊന്ന് വറ്റി കിട്ടണം. വറ്റി കിട്ടുന്നവരെ തുറന്നു വയ്ക്കും. കൂട്ടി വെച്ച് കുറച്ച് കൂട്ടി വയ്ക്കാം അടുത്തുണ്ടെങ്കിൽ. അതൊന്ന് വെള്ളം മുഴുവൻ വറ്റി കിട്ടണം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതും കൂടെ പിന്നെ എന്നിട്ട് ബാക്കി അതല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് വേണമെങ്കിൽ വറുത്തെടുക്കാം അല്ലേ? ഒരു വലിയ പാൻ ആണെങ്കിൽ പാനിലെ രണ്ടോ എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് രണ്ടായിട്ട് നമ്മൾ വറുത്തുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന്റെ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കൂടെ ചേർത്ത് വെള്ളം വറ്റി കഴിയുമ്പോൾ മറ്റേ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കൂടെ ഇതിലേക്ക് ചേർത്ത് പിന്നെ മറ്റേ ഗ്രേവി അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവിക്കുള്ള സാധനങ്ങളൊക്കെ ചേർക്കാം. ഇത് വെള്ളം എല്ലാം വറ്റിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്നത് കൂടെ ഇതിന്റെ കൂടത്തിലിട്ട് ഇളക്കാം. ഇളക്കിയിട്ട് ഇനി ഇതിനകത്ത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടെ അതിനകത്തോട്ട് ചേർക്കാം. നല്ലപോലെ പേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം. ലേശം വലിയ തരി കാണാതെ. നമ്മൾ അരച്ചു വെച്ച് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ആദ്യം മുതൽ തന്നെ ലോ ഫ്ലെയിമിൽ. ഇനി അടുത്തത് ഫ്രഷ് ക്രീം. എത്ര ആഡ് ചെയ്യും? ഫ്രഷ് ക്രീം അരക്കപ്പ് ഫ്രഷ് ക്രീം. നേരത്തെ പറഞ്ഞ ക്രീം അങ്ങനത്തെ ആയിരിക്കണം നേരത്തെ പറഞ്ഞിരുന്നത്. ഇനി അത് അളക്കാൻ കൊടുക്കാം. ഇനി എന്താണ് അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്? അതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി. നല്ലോണം ഒന്ന് തിരുമ്മി. ഇത് 1 ടീസ്പൂണാണ് കസൂരി മേത്തി ഇടേണ്ടത്. അത് വളരെ സൂക്ഷിച്ചിടേണ്ട ഒരു സാധനമാണ്. കാരണം ലേശം കൂടി പോയാൽ കയ്പ്പ് വരും. പക്ഷേ അത് ചേർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രത്യേക ഫ്ലേവറും ഒരു ടേസ്റ്റും കൂടെ വരും. അപ്പോൾ അതിന് 1 ടീസ്പൂൺ കസൂരി മേത്തി നല്ലവണ്ണം കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നേരത്തെ നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിനകത്ത് വീണ്ടും കൂടുതൽ കുറച്ച് 1/4 ടീസ്പൂൺ മതി. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് 250 മില്ലി പാല് 250 മില്ലി പാലൊഴിക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ പിന്നെ പാല് കസൂരി മേത്തി നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് കരിനെല്ലിന്റെ മുപ്പൊന്ന് നോക്കണം. കരിനെല്ല് നേരത്തെ 2.5 ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്തുണ്ടോ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാം. ലേശം കൂടെ ചേർക്കാം. ലേശം കൂടെ നേരത്തെ തയ്യാറുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണ്ടത് ചേർത്ത് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടിയിരിക്കാൻ വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടിയിട്ട് അത് നല്ലോണം തിളയ്ക്കണം അല്ലേ? തിളയ്ക്കണം. അപ്പോൾ അടച്ചു വെച്ചേക്കാം. അപ്പൊ ഇതൊരു നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അല്ലേ? ഒരു ഏകദേശം നമ്മൾ 1 മിനിറ്റ് കത്തിച്ച് വെച്ചിട്ടല്ലേ നല്ലവണ്ണം തിളക്കുക. ഇനി ഒന്ന് ഇതൊന്ന് കൂട്ടുകെട്ട് ഒന്ന് തിളച്ച് വെന്ത് എല്ലാം പിടിക്കുന്നവരെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ സമയത്ത് ഇപ്പം ഒന്നും ചെയ്യണ്ട. ഇത് കുറേ ഒരു 7 മിനിറ്റ് വരെ നമുക്കിത് തിളപ്പിക്കാം. അപ്പൊ അതിനിപ്പോ ഹൈ ഫ്ലെയിം വേണോ അതോ ലോ ആക്കണ്ടേ? കുറച്ച് ലോ ആക്കുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം നല്ലോണം ഒന്ന് തിളപ്പിക്കുക അല്ലേ? അതൊന്ന് തിക്കായി അത് ഗ്രേവി വളരെ തിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാം. ഇത് നമ്മൾ ഒരു 7-8 മിനിറ്റ് തിളപ്പിച്ചു. അപ്പൊ ഇനി കൺസിസ്റ്റൻസി ഒരുപാട് തിക്കായി പോയാൽ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിൽ ഒന്ന് ലൂസായി കിട്ടും. അധികം കട്ടി ആയിരിക്കില്ല കിട്ടുന്ന. അത് തീരെ ലൂസും അല്ല. മീരിന്ന് കുറച്ചൊന്ന് ആറി കഴിയുമ്പോൾ ഇതൊന്ന് കുറച്ചും കൂടെ തിക്കാവും. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് മറ്റേ പച്ച കൊത്തമല്ലി ഇല്ലേ? കൊത്തമല്ലി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ആവശ്യപ്പോഴ സെർവിങ് ഡിഷിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എടുത്താൽ മതി. അത് മടച്ചു വെച്ചേക്കപ്പോഴും. അപ്പം ഇനിയിപ്പോൾ അതിനകത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത ചിക്കൻ ചങ്കാസി അപ്പം ഡൈനിങ് ടേബിളിൻ്റെ പുറത്തെത്തിക്ക് എടുക്കും. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചുവയ്ക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. കണ്ടിട്ട് നല്ല ഒരു തിക്കായിട്ടുള്ള ഗ്രേവി.
ഇതൊക്കെയുണ്ട്. ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിത് ചെക്ക് ചെയ്യുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് സ്പൈസി അല്ല, കുറച്ച് കുട്ടികൾക്കൊക്കെ ഈ ഗരം മസാല പിന്നെ ആദ്യം ഇട്ടിരുന്ന മറ്റേ ഗ്രാമ്പൂ അങ്ങനത്തെ നമ്മളെടുത്ത് മാറ്റുകയും ചെയ്തു. ആവശ്യത്തിനുള്ള ഒരുപാട് സ്പൈസി അല്ല. ഇത് നല്ല തിക്ക് ഗ്രേവി, നല്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല രുചിയായിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ സെങ്കാസി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ചിക്കൻ സെങ്കാസി വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ചിറ്റപ്പ ഫോർ എ ന്യൂ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പറ്റിയ സാധനമാണ്. കാര്യം അധികം സ്പൈസും ഇല്ല, എരിവില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നവരെ ബൈ.